ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റത്തെ ഒരു വലിയൊരു ബ്ലോഗാണ്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ 2 എണ്ണം. അപ്പോൾ എന്നും ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ ഉമ്മച്ചിയുടെ അക്കാടെ വീട്ടിലാണ്. അപ്പം ഇത് കൊല്ലത്താണ്. ഞാൻ ബസ്സിൽ വെച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ സൗണ്ടൊന്നും കാരണമില്ല, ഇതാക്കുന്നില്ല. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിനെക്കാട്ടും എനിക്കിങ്ങനെ പറയുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. വേണ്ടേ അപ്പം ഇന്നത്തെ ഫുൾ ഡേ ഇൻ മൈ ലൈഫായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. രാവിലത്തെ നമ്മളപ്പം ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ്. അപ്പം ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുരങ്ങനെ കാണാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരങ്ങുകളും ഒക്കെ വരാറുണ്ട്. ഇങ്ങനെ കുരങ്ങൊക്കെ വരും. എന്നിട്ട് ഇവിടുത്തെ വീട്ടിലത്തെ സാധനങ്ങളും എല്ലായിടത്തും ഇവിടെ ശാസ്താംകോട്ടയാണ്, കൊല്ലത്ത് ശാസ്താംകോട്ടയിലാണ്. ശാസ്താംകോട്ടയിൽ ഇങ്ങനെ കുരങ്ങ് ആണ്ട് ഈ തെങ്ങിലൊക്കെ കയറിയിട്ട് തേങ്ങ അടർത്തി താഴെ ഇട്ടിട്ട് അത് പൊളിച്ച് തിന്നുന്നു. അതൊക്കെയാണ് പരിപാടി. പിന്നെ ഇവിടെ വേണ്ടേ ഇങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പുളിമരമുണ്ട്, ഇരുമ്പംപുളിയുടെ മരം. ചിലയിടത്ത് ഓർക്കാപ്പുളി, ഇരുമ്പംപുളി എന്നൊക്കെ പറയാം. ഇവിടെ ഇരുമ്പംപുളി എന്ന് പറയാം. പറയാൻ നല്ല ടേസ്റ്റാണ്, നല്ലൊരിതാണ്. ഇപ്പം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ബസ്സിരുന്നപ്പം ബസ്സിലോട്ട് ഇതാക്കിയപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം മഴയില്ല, മഴ പെയ്തെന്ന് തോന്നുന്നു. കാരണം ഒരു മഴ പെയ്തൊരു ഇതിൽ കിടപ്പുണ്ട്. അധികം വെയിലില്ല, എന്നാലും വെയിലുണ്ട്, ചെറിയൊരു വെയിലും. നല്ലൊരു കാലാവസ്ഥയാണ്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാണ്, ഫോണിൽ ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇതാക്കാതെ കുറച്ചുകൂടി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയാൻ ഞങ്ങളിതിന് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങളങ്ങനെ വീഡിയോ ഒന്നും ഇടത്തില്ലായിരുന്നു, അതങ്ങനെ ഡിലീറ്റാക്കി കളഞ്ഞു. ഇപ്പം ഇതിപ്പം ഞാൻ പണ്ടപ്പോൾ അതെൻ്റെ അക്കായോടി കൂടിയായിരുന്നു ചെയ്തത്. ഞാനാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഒക്കെ. ഇനിയും നിങ്ങൾ പറയുന്നു കമൻറ്റ്, ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ഇടാനും. പക്ഷെ കമൻറ്റ് ഇടാന്നതിന് ഞാൻ കമൻറ്റിൻ്റെ മറ്റേ സാധനം ഓണാക്കിയിട്ടില്ലായിരുന്നു. അപ്പം അത് ഓണാക്കിയിട്ട് ഞാൻ നിങ്ങൾ കമൻറ്റ് ഇട്ടു കേട്ടോ. ഞാൻ ഓണാക്കിയിട്ടില്ല, ഓണാക്കുക. അങ്ങനെ പിന്നെന്താ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ഫുൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നല്ലൊരു കാലാവസ്ഥയും എല്ലാവരും നല്ലൊരു ഇതാണ്. പിന്നെ ചാലഞ്ചസും ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ വീഡിയോസായിട്ടും മീറ്റിംഗ് ചലഞ്ചും സാധാ ചലഞ്ചും ഡേ ഇൻ മൈ ലൈഫും എല്ലാം ചെയ്യുന്നതായിരിക്കും. ഡേറ്റിന് എല്ലാം ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം. പിന്നെ ഞാൻ സ്കൂളുള്ള ദിവസം രാവിലെ ഒരു ഷോർട്ടും വൈകുന്നേരം ഒരു ലോങ് വീഡിയോയും ഇടാനാണ് വിചാരിക്കുന്നത്. പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ പറ്റാവുന്നത്ര ഇടാൻ നോക്കും, പറ്റുന്നത്ര ഇടാൻ നോക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇനിയിപ്പം ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ഇതാണ് എൻ്റെ അനിയത്തി. ഇതാ ഉമ്മച്ചി ഹോസ്പിറ്റലിൽ പോയേക്കാണ്. ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ടും ഉമ്മച്ചി അത്തിച്ചൂരി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവളും എൻ്റെ അനിയത്തിയും എൻ്റെ അക്കായും ഉമ്മച്ചി എൻ്റെ ഉമ്മ, അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ഇത്ത ഇവിടെ ഇപ്പം ഹോസ്പിറ്റലിൽ പോകാൻ അവിടെ ചെരുപ്പൊക്കെ അവർക്ക് വാങ്ങാൻ പോകണം. അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഞാനും അപ്പം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെ എനിക്ക് കൊല്ലത്ത് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തിങ്കൾ വരെ അവധിയല്ലേ ദീപാവലിയുടെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നും നാളെ നിൽക്കുമെന്ന് തോന്നുന്നു. തിങ്കളാഴ്ച പോത്തോളെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ ഇന്ന് നിന്നിട്ട് നാളെ രാത്രി അങ്ങനെ പോത്തോളും. നാളെ ബസ്സിനാണ്. ഞാൻ ബസ്സിൽ വെച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ച ഇതായതാണ്. പക്ഷേ ആണെങ്കിൽ പറ്റിയില്ല, ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ആനപ്പാറ ഒരു തോട് പോലില്ലേ, അതിൻ്റെ പുറകിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടാണ് എൻ്റെ വീട്. അപ്പം
ഞാൻ നടന്ന ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അപ്പം അവിടെ ഒരു ആറ് പോലുണ്ട്. അപ്പോൾ ആ ആറിലൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നത് കാണാം. ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ പെട്ടെന്ന് ധൃതിയായതുകൊണ്ട് പെട്ടെന്ന് വന്നു. അപ്പോൾ ഞങ്ങളും പോയപ്പോൾ തന്നെ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയണം എന്തോ വീഡിയോസൊക്കെ വേണമെന്നും നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് ഞാൻ ചെയ്യാം. അപ്പം ഇനിയും ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഇപ്പം ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അറബിക്കലോത്സവത്തിനുള്ള പാട്ടും പിന്നെ പദപ്പയറ്റും ഉണ്ട്. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പദപ്പയറ്റിൻ്റെ വേർഡ്സ് ഇനിയും ഉണ്ട്. ഇനിയും കുറേ എഴുതാറുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് എഴുതണം. പിന്നെ ഇത് പാട്ട് ഗ്രൂപ്പ് സോങ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കലോത്സവത്തിന് പോകുമ്പം എടുക്കാം കേട്ടോ. കലോത്സവത്തിന് പോകുമ്പോൾ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് എന്തായാലും കലോത്സവത്തിന് പോകുമ്പോൾ വീഡിയോ എടുക്കാം. പിന്നെ അല്ലാത്ത ഞാൻ ശാസ്ത്രമേള ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇനി വരുന്നതായിരിക്കും കേട്ടോ. വരും ഞാൻ എന്തായാലും എടുത്തു വെക്കാം. അപ്പം പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗൈസ് അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുടിക്കണം, ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ റെഡി ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. അവർ വന്നിട്ടില്ല, ഇതുവരെയായിട്ടും താമസിക്കും. ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ വരും കേട്ടോ. പിന്നെ കൊച്ചു ടി വി ആണ് ഇവരാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ടി വി ഉള്ളത്. കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കാണിച്ചാക്കിട്ടപ്പോൾ ഞങ്ങളോട് ഇരുന്ന് കണ്ട് കൊച്ചു ടി വി സൗണ്ട് കുറച്ച് വെച്ചേക്കും. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പം ചോറ് തിന്നാൻ പോകാൻ കേട്ടോ. അപ്പോൾ ചോറിന് മീൻകറിയും പിന്നെ അവിയലും മീൻ പൊരിച്ചതും തൈരുമാണുള്ളത്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഗൈസ് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. മീൻകറിയും ചോറും തൈരും അവിയലും മീൻ പൊരിച്ചതാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. നല്ല നിങ്ങൾ കണ്ടു കാണുമല്ലോ. ചോറും കറിയും അവിയലും തൈരും പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലതാണ്. ഈ ചെറിയ ജനലിൽ കൂടെ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇനിയൊന്നുമില്ല, ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ്. അങ്ങനെ ഒന്നുമില്ല, ഫോഗാണ് അത്ര തന്നെ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. കഴിച്ചപ്പം ഞാൻ ഇവിടെ കഴിച്ച് കിടന്ന് എനിക്ക് പിന്നെ തലവേദനയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചുകൂടി നേരം കിടന്ന് കുറച്ച് ഉറങ്ങി ചായ കുടിച്ചു. ചായ കുടിക്കുന്നത് ഞാൻ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ചായ കുടിച്ചു. ഞാൻ എന്താ കടി ഉണ്ടായിരുന്നു, സമൂസയും പകുതി ഉള്ളിവടയാണ് കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഉമ്മച്ചിയുടെ വീട്ടിലോട്ട് കൊല്ലത്ത് പോവാണ് കേട്ടോ. അപ്പം കൊല്ലത്ത് ഉമ്മയുടെ വീട്ടിൽ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ ഇതാ ഇട്ടുകൊണ്ട് വന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ എത്തുന്നതിന് മുന്നേ ഉമ്മച്ചിയുടെ ഒരു ഇക്കാടെ വീട്ടിലൂടെ പോയിട്ടുണ്ട് എന്തും. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഉമ്മച്ചിയുടെ ഉമ്മയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഉമ്മച്ചിയുടെ ഒരു ഇക്കാടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു വീട്. ഉമ്മ അകത്തുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊരു തൊഴുത്താണ് കേട്ടോ. ഇവിടെ പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, കാരണം ഉമ്മച്ചിയുടെ ഒക്കെ കൊച്ചില്ല ഇവിടെ പശുവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അതിന് വിറകാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. ഓരോ ചെടികളും മണ്ണൊക്കെ നല്ല രസമാണ്. ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ ചിലവരുടെ കൊല്ലത്തൊക്കെ ഉള്ളവർക്ക് ഈ ബീച്ച് സൈഡ് മണ്ണായിരിക്കും. ഇപ്പോൾ ഇവിടെ എത്രത്തോളം കാണാൻ പറ്റുന്ന തരത്തിൽ നല്ല മണ്ണാണ്, ഒരു ടൈപ്പ് മണ്ണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം മണ്ണിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതാൻ. ഇപ്പോൾ നനഞ്ഞടക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇനിയും വേണ്ടേ, ഞങ്ങളിന്ന് പോകത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ പോകത്തില്ല കേട്ടോ. ഇങ്ങനെ ലോങ് വീഡിയോ എത്രത്തോളം പേര് കാണുമെന്നുള്ളത് എനിക്കറിയത്തില്ല, കാരണം മിക്കുള്ളവരും ഷോർട്സാണ് കാണുന്നത്. അപ്പം ലോങ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യണമെന്ന് പറയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഒക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ. ഞങ്ങൾ പിന്നെ അവളടുത്തൊക്കെ പോയിട്ട് തിരിച്ച് ശാസ്താംകോട്ടയിൽ തന്നെ വന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഫുഡ് അങ്ങോട്ട് വെക്കണം. ഫുഡ് വെച്ചിട്ട് വേണ്ടി നിങ്ങളെ കാണിക്കാതെ ഇതെല്ലാം കഴിയും. അപ്പോൾ നമ്മൾ ഇപ്പം ദോശയും ചമ്മന്തിയും കഴിച്ചു. അതോടെ ഈ ഒരു വീഡിയോ കഴിയാണ്. അപ്പം എല്ലാവർക്കും ബൈ.